നമസ്കാരം. എല്ലാ ചൈതന്യം പ്രേക്ഷകർക്കും സ്വാഗതം. ചൈതന്യം മാസഫലത്തിലേക്ക് നമുക്ക് പോവാം. മെയ് മാസഫലം മെയ് 1 മുതൽ 31 വരെ കാലഘട്ടത്തിൽ നമ്മുടെ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റി വളരെ ചുരുക്കി പ്രതിപാദിക്കാം. ഈ മെയ് മാസത്തിൽ ഒത്തിരി വിശേഷ ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം തൊഴിലാളി ദിനം. മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. അതോടൊപ്പം തന്നെ ഇടത്വാപ്പള്ളി പെരുന്നാൾ വളരെ വിശേഷമാണ്. പിന്നെയോ ഇരിങ്ങാലക്കുട ആറാട്ട്, അത് വളരെ വിശേഷമാണ്. അതുപോലെ നമ്മുടെ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്നുണ്ട്. പിന്നെയോ ബക്രീദ് ഈ മാസത്തിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇടപ്പള്ളി തിരുനാളും, പിന്നെ ശബരിമല പ്രതിഷ്ഠാദിനം, ഇതെല്ലാം ഈ മാസത്തിൽ കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 27 നക്ഷത്രത്തിൽ ആദ്യത്തെ 5 നക്ഷത്രക്കാരെ വീതം നമുക്ക് പ്രതിപാദിച്ചു പോവാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ഈ 5 നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലങ്ങൾ നമുക്ക് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവാണ് കാര്യങ്ങൾ. പുതുതായിട്ടുള്ള ജോലി സാധ്യതയിലേക്ക് ശ്രമിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ആകാനുള്ള ദൈവാധീനം ഉണ്ട്. അതോടൊപ്പം PSC കോച്ചിങ്ങിന് തയ്യാറെടുക്കുന്നവർക്ക് നല്ല പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. അതിൽ 2 ടെസ്റ്റ് സെപ്റ്റംബർ മാസത്തിനകത്ത് കാണുന്നുണ്ട്. അതിലൊന്ന് മെയിൻ ലിസ്റ്റിൽ വരാനും സെലക്ട് ആവാനുള്ള യോഗം ഉണ്ട്. പ്രൈവറ്റ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ, ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, പരസ്പരമുള്ള പഴിചാല്, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, നുണയും പാരവയ്ക്കലും കാരണമുള്ള മാനസിക സംഘർഷങ്ങൾ ഒരു പരിധിവരെ ഈ മാസത്തോടു കൂടി പരിഹരിച്ച് നമുക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ അവിടെ തുടരാൻ പറ്റും. കളഞ്ഞിട്ട് പോണോ വേണ്ടയോ എന്നുള്ള ചിന്താക്കുഴപ്പം മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് പോകുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ തടസ്സങ്ങൾ മാറി, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്ക് വന്നു ചേരേണ്ടുന്ന കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്. അത് നമ്മുടെ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അസറ്റാണ്. അപ്പം ആ ഗൃഹപ്രവേശനം എന്ന് പറയുന്ന പാലുകാശ് നമുക്ക് ഈ മാസത്തിൽ തന്നെ തീരുമാനിക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. നീണ്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം പോസിറ്റീവായിട്ട് വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന എതിർപ്പുകൾ, തൊഴിൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന ബോധപൂർവം നമ്മളെ നിഷ്കാസനം ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ചില എതിർപ്പുകൾക്ക് മൂർച്ച കുറയും. എന്നും പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളതല്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ആ ബന്ധനങ്ങൾ മാറി മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഈശ്വരകൃപ നമുക്ക് കൂടുതൽ അനുകൂലമായി തീരാൻ സാധ്യത കാണുന്നുണ്ട്. തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകനക്ഷത്രം, ഈ 5 നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വിവാഹ തടസ്സങ്ങൾ, പല പ്രപ്പോസലുകളും കാര്യങ്ങളും നോക്കി എന്തെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ട് നീണ്ടുപോകുന്ന അവസ്ഥാവിശേഷം മാറി ശരിയായിട്ടുള്ള പൊരുത്തമുള്ള നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു ബന്ധം, അത് ഉറയ്ക്കാനുള്ള കാര്യങ്ങൾ ഈ മാസത്തിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളും കൂടെ അതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം, നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ പുതുതായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ തന്നെ ഒത്തുചേർന്ന് തുടങ്ങാനുള്ള സാധ്യത വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ,
സാമ്പത്തിക കാര്യങ്ങൾ, മറ്റ് ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതെല്ലാം നമുക്ക് വലിയ പ്രയാസം കൂടാതെ നമുക്ക് സ്വരുക്കൂട്ടി മുന്നോട്ട് പോകാനും അതിൽ വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് മിസ്സിന് സാധ്യത ഗുണകരമാണ്. പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ വർക്കോ പ്രാക്ടീസോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് നേട്ടങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനം തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യമുള്ളതുകൊണ്ട് ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം അയ്യപ്പസ്വാമിക്ക് ചെയ്യുന്നത് തടസ്സങ്ങൾ, ശനിദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് ദോഷകരമായിട്ട് വരാതെ മുന്നോട്ട് പോകാൻ ദൈവാധീനം തുണയാകും. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി ഈ 5 നക്ഷത്രക്കാരിലേക്ക് വരുമ്പോൾ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും കുടുംബത്തെയും കുറേ കാലമായിട്ട് വേട്ടയാടുന്നു, വലയ്ക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള അവസ്ഥാവിശേഷമുള്ളവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള വൈരാഗ്യ, വാശി, ചെയ്വന ദോഷങ്ങൾ, അത് നമ്മളെ വീട്ടിൽ 2 പേരെ ഇതിന് മുൻപ് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ള അവസ്ഥ, ആക്സിഡൻറ്റ് വരെ. അത് വണ്ടിയിൽ നിന്നാണോ, പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലചുറ്റിയാണോ വീഴ്ച, ഈശ്വരാധീനം കൊണ്ട് അത് കുഴപ്പമില്ലാതെ പോയി. പാവക ബന്ധനങ്ങൾ, ദോഷങ്ങൾ നമ്മളെ കൂടുതൽ അലട്ടാതെ മുന്നോട്ട് പോകുന്നതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മഹാസുദർശന കവചമന്ത്രം മണ്ഡലത്രയ മന്ത്ര ഉപചാരം ചെയ്ത് കലശത്തിലാക്കി അത് കന്നിരാശിയിൽ കന്നിമൂലയ്ക്ക് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ വക നെഗറ്റീവ്സിൽ നിന്ന് നമുക്കൊരു നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാകും. മറ്റൊരു പ്രത്യേകത, ഉന്നത പഠനത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമിന്, എൻട്രൻസ്, മറ്റു കാര്യങ്ങളിലേക്ക് അനുകൂല സമയമാണ്. എന്നെക്കൊണ്ട് പറ്റൂ ഇല്ലയോ, ചില ഭാഗത്തുനിന്ന് വരുന്ന എതിർപ്പുകൾ, തടസ്സപ്പെടുത്തലുകൾ, നിന്നെക്കൊണ്ടത് പറ്റില്ല എന്നുള്ള പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവ്സ്, ഇതെല്ലാം മാറി മുന്നോട്ട് പോകാൻ നിശ്ചയമായിട്ടുള്ള ദൃഢതയുള്ള ഒരു തീരുമാനം നമ്മൾ സ്വയം എടുത്തേ പറ്റൂ. ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് എനർജി കൂടുതലുണ്ടാകും. സാരസ്വത അരിഷ്ടം ശിവഭഗവാ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് കഴിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. മനസ്സിൻ്റെ ശക്തി, ഓർമ്മ, ബുദ്ധി, ടെൻഷൻ, ഈ വക കാര്യങ്ങൾ നമുക്ക് നല്ല പോസിറ്റീവ് ഗുണം നമുക്ക് കിട്ടും. തളർച്ച, എല്ലാ കാര്യത്തിലും ഒരു വല്ലാത്ത അസ്വസ്ഥത, ഇതെല്ലാം സാരസ്വത അരിഷ്ടത്തിന് മറികടന്നു പോകാനുള്ള ഒരു എനർജി പവർ നമ്മൾ തരാൻ ശക്തിയുള്ള സംഗതി തന്നെയാണ്. ഇത് ശിവഭഗവാനിൽ പൂജിച്ച് കഴിക്കുന്നത് കുറച്ചുകൂടെ മെച്ചം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ 5 നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം നമുക്ക് നോക്കുമ്പോൾ മെയ് മാസത്തിൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയം തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അത് വിദേശത്ത് പഠനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, ഓപ്പർച്യൂണിറ്റി തേടിയിട്ടുള്ള കാര്യത്തിലായിരുന്നാലും, ജോബ് വിസയായിരുന്നാലും, ഏത് കാര്യത്തിനും വിദേശ യാത്രയ്ക്ക് അനുകൂലമാണ്. പോകുന്ന കാര്യങ്ങൾ നമുക്ക് നേട്ടം തന്നെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരാനും ന്യായമായിട്ട് നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അപ്പോൾ ചില ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന എതിർപ്പുകൾ പരിഗണിച്ച് ചെറിയ വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ
ഉണ്ടാകണം, പിടിവാശി നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം കുടുംബകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ, താല്പര്യം ഉണ്ടാകണം, ഒന്നിച്ചിരുന്ന് സംസാരം, കാര്യങ്ങൾ വേണം. ഇത് വീട്ടിനകത്ത് എല്ലാവരും ഉണ്ടെന്ന് ഉറങ്ങുന്നു, കാര്യങ്ങൾ ശരി, ഒരു പരസ്പര ഡിസ്കഷൻ ഇല്ലാതെ പോകുന്നത് അന്തരീക്ഷം നെഗറ്റീവ് ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിസ്സാര കാര്യങ്ങളിൽ തന്നെ ഒരു അഭിപ്രായ ഏകീകരണമില്ലായ്മ അത് മാറ്റിയെടുക്കണം. ഗൃഹത്തിൽ വിഘ്നേശ്വര പൂജ, ഗണപതി ഹോമം ചെയ്യുന്നത് വിഘ്നങ്ങൾ മാറാൻ വളരെ നല്ല സമയമാണ്. അതോടൊപ്പം തന്നെ ചില മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പൊളിറ്റിക്സ് മേഖലയിൽ പ്രസ്ഥാനം, സ്ഥാപനമായിട്ട് നിൽക്കുന്നവരെ ചില ചലഞ്ച്, നമ്മളെ സ്ഥാനം തെറിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് വന്നുകൂടായികയില്ല. പലപ്പോഴും നമ്മളെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ പുറംതിരിഞ്ഞ് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. മനസ്സും നമ്മളുടെ തീരുമാനം അതനുസരിച്ച് നമ്മൾ ഇപ്പോഴേ തയ്യാറാക്കണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമുക്ക് നഷ്ടങ്ങളോ കോട്ടങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കുന്നതിന് ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പിന്നെ ഗൃഹത്തിനകത്ത് പല നെഗറ്റീവ്സ് കാണുന്നവരെ സംബന്ധിച്ചോളം അത് ഒഴിവാക്കിയെടുക്കണം. അഗ്നിദോഷം ഉണ്ടാകും. കുക്കറിൻ്റെ, ഗ്യാസിൻ്റെ, ഇലക്ട്രിക് സ്വിച്ചിൻ്റെ, വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ അത് ഇതിനു മുമ്പ് പലതവണ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ആവക ദോഷങ്ങളും മാറാം. ഇതിന് ത്രിശുദ്ധി കവചിത ഉപചാരം ചെയ്ത് കടുക്, കുരുമുളക്, എള്ള്, ചെറുനാരങ്ങ, നെയ്, കുമ്പളങ്ങ, ഇത് 5 തലയ്ക്കൊഴിഞ്ഞ് വീടുമൊഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കുന്നത് ഒരു പരിധിവരെ ഈ ഒഴിഞ്ഞൊഴുക്കുക എന്നുള്ളത് ആ ദോഷങ്ങളെ പിഴുതു മാറ്റാൻ സഹായിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ 5 നക്ഷത്രക്കാരിലേക്ക് വരുമ്പോഴത്തേക്ക് ഭഗവതി കടാക്ഷം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും. അത് നിയന്ത്രിക്കാൻ നമ്മൾ ചെലവും ചുരുക്കണം. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും വേണം. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത് നടന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാനും ദൈവാധീനം ഈ മാസം തുണയായിട്ട് കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല പ്രപ്പോസലുകൾ വരാനും അത് ഉറയ്ക്കാനും, തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം ഉറയ്ക്കാനും ഈ മാസത്തിൽ പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ബന്ധു വഴിയുള്ള പ്രപ്പോസൽ വന്നാൽ അത് പാവസ്വാമി ചേർച്ച നല്ല അനുകൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടൂ. അല്ലെങ്കിൽ അത് സന്താന ഭാഗ്യത്തെ ഡിലേ ആക്കാൻ പ്രേരകമാണ്. പാപത്വ ചേർച്ച പൊരുത്തത്തിൽ നമ്മൾ നോക്കി അത് അനുകൂലമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുന്നത് ഉചിതമാകും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ദൃഷ്ടിയുണ്ട്. ഇതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ ദൈവാധീനം കൊണ്ട് ഇതിന് മുൻപ് മാറിക്കിട്ടിയത് വീണ്ടും അത് അലട്ടലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് വളരെ നല്ല സമയമാണ്. ഇംഗ്ലീഷ് മെഡിസിൻ വേണ്ട എന്നുള്ളതല്ല, ഈ ഓപ്പറേഷൻ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള മുന്നോട്ട് അനുഗ്രഹീതമായിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെയുള്ള പവർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അവസാന 2 നക്ഷത്രങ്ങളുടെ ഉത്രട്ടാതിയും രേവതിയുടെയും എടുക്കുകയാണെങ്കിൽ ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും കുടുംബപരമായിട്ടുള്ളത് പണ്ടേ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെ ഇഷ്ടദേവതയ്ക്ക്, കുടുംബ പരദേവതയ്ക്ക് കുടുംബ ദേവാലയത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കാതെ സമർപ്പിക്കണം. അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ദൃഷ്ടി ഈ 2 നക്ഷത്രക്കാരിലും കാണുന്നുണ്ട്.
അത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ചില ബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ചില ഭാഗത്തുനിന്ന് നമ്മളെ ബലിയാടാക്കിക്കൊണ്ടുള്ള നുണയും പാരവയ്പ്പും ഒരു കാര്യവും ആകാം എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ അത് തിരിച്ചറിയാൻ വൈകും, വീണ്ടും റിലേഷൻഷിപ്പ് തിരിച്ചു വരുമെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ഇതുകൊണ്ട് നമ്മളുടെ മനസ്സോ നമ്മുടെ പ്രവൃത്തിയോ അത് നെഗറ്റീവായിട്ട് വരാതെ നമ്മൾ കാത്ത് മുന്നോട്ട് പോകണം, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ 2 നക്ഷത്രക്കാരിൽ നോക്കുമ്പോൾ കൊടുത്ത സാമ്പത്തികം സമയോചിതമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ പ്രയാസമുണ്ടാകുന്ന സമയമാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയോചിതമായിട്ട് തിരിച്ചു കിട്ടുന്ന, പ്രത്യേകിച്ച് FD ഡിപ്പോസിറ്റ് സഹകരണ മേഖലയിൽ നിന്നിട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. തൊഴിൽ മേഖലയിൽ നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട അനുകൂല പ്രമോഷനും സാമ്പത്തിക മെച്ചവും ഈ മെയ് മാസത്തിൽ നല്ല തീരുമാനം ഉണ്ടായി മുന്നോട്ട് പോകാൻ അനുകൂലം തന്നെയാണെന്ന് കാണുന്നുണ്ട്. കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക്, കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല വിജയസാധ്യതയും നമ്മുടെ പ്രതിച്ഛായ, നമ്മളുടെ പ്രസൻസിൽ നമ്മളുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാനുള്ള അവാർഡും റിവാർഡും നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനും സപ്പോർട്ടീവായിട്ട് ഗുരുതുല്യമായിട്ടുള്ള അനുഗ്രഹത്തിൽ വിജയിക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. ഇന്നിവിടെ ഈ മാസഫലം നമുക്ക് തീരെയാണ്. പ്രത്യേകിച്ച് ഈ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഭഗവതി സേവ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് അനുകൂലമാണെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചില ഭാഗത്തുള്ള തെറ്റിദ്ധാരണകൾ അത് വെറും തെറ്റിദ്ധാരണയാണെന്നുള്ളത്, അതായത് ഈ ആയില്യം നക്ഷത്രക്കാർ തൊട്ടടുത്ത് താമസിച്ചാലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാലോ അത് നമുക്ക് ദോഷമാണെന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ. അങ്ങനെ ഒരു കീഴ്വഴക്കോ അങ്ങനെ ഒരു വിശ്വാസനോ പ്രസക്തിയില്ല എന്നുള്ളതാണ് സത്യം. ആയില്യം എല്ലാ നക്ഷത്രക്കാരെ പോലെ തന്നെ നല്ല നക്ഷത്രം തന്നെയാണ്. ആ വക ചില തെറ്റിദ്ധാരണകൾ പലരും ചോദിക്കുന്നുണ്ട്, അറിയാനുള്ള വ്യഗ്രത കൊണ്ട്. ഇതിലൊന്നും ഒരു സത്യവും യാഥാർത്ഥ്യവും ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഈ മാസഫലം ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.